ചന്ദ്രാലയത്തിൽ മുട്ടനടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ അച്ചമ്മയും നമ്മുടെ ചന്ദ്രമതിയും കൂടി തമ്മിൽ യുദ്ധം തുടങ്ങുകയായിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ചന്ദ്രമതിയും നമ്മുടെ കലാവതി അമ്മയും യുദ്ധം തുടങ്ങുന്നത്? അത് മറ്റൊന്നിനുമല്ല, ശാന്തി മുഹൂർത്തത്തിൻ്റെ പേരിലാണ് യുദ്ധം. നമ്മുടെ സച്ചിയുടെയും നമ്മുടെ സുധിയുടെയും ശാന്തി മുഹൂർത്തം ഒരേ സമയത്ത് വേണമെന്ന് അച്ചമ്മ. പറ്റില്ല, സുധിയുടേത് മാത്രം മതിയെന്ന് നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്, മഹായുദ്ധം. അപ്പോൾ ആ യുദ്ധത്തിലേക്കൊക്കെ നമുക്ക് പോവാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അത് മാത്രമല്ല, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ യുദ്ധഭൂമിയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അതായത് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് ശനിയാഴ്ചത്തെ റിവ്യൂ ആണിത്. ശനിയാഴ്ചയിലൊന്നും എനിക്ക് റിവ്യൂ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഞാൻ നേരത്തെയൊക്കെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ മഴയാണ്, കാറ്റാണ്, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇവിടെ കറണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കറണ്ടൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്കിതൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ആദ്യമേ തന്നെ പറയാണ്, ഈ ഒരു വീഡിയോയ്ക്ക് സാധാരണ ഇപ്പോൾ ഇടുന്ന വീഡിയോകളൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യമൊക്കെ ഓടാറുണ്ട്. അപ്പോൾ ലൈക്കാണ് വരാത്തത്, അതല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ്, ലൈക്ക്, ഇതൊക്കെയാണ് വളരെ കുറച്ച് വരുന്നത്. ദയവായി ഒരു 50 ലൈക്കെങ്കിലും പ്ലീസ് ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ, എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ യുദ്ധഭൂമിയിലേക്ക് പോകാം. ഓക്കെ. അങ്ങനെ നമ്മുടെ രേവതി പൂക്കൊട്ടയുമായിട്ട് കയറി പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി ചോദിക്കണം, അവിടെ നിൽക്കടി. എന്താ അമ്മേ, എന്താ? ഈ പൂവ് നീ എവിടെ കൊണ്ടുപോവാണ്? അത് വൈകിട്ട് കുറച്ച് മാല കൊടുക്കാനുണ്ടമ്മേ, ഇതെല്ലാം കെട്ടിക്കൊടുക്കാനായിട്ട് പോവുകയാണ്. എന്നാലേ ഈ പൂവ് മുഴുവനും എടുത്ത് നീ മാല കെട്ടണ്ട. കുറച്ച് പൂവ് നീ എടുത്തോ, പക്ഷെ ബാക്കി പൂവ് മുഴുവനും എനിക്ക് തരണം. എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ നീ എനിക്ക് തരണ്ട, നീ ഈ ബാക്കി പൂവുകളെല്ലാം കൊണ്ടുവന്ന് സുധിയുടെ റൂമിൽ ചെന്നിട്ട് അവിടെ അലങ്കരിക്കണം. അത് അമ്മേ, ഞാൻ അലങ്കരിച്ചിട്ടുണ്ടല്ലോ, അത് പോരാ, ഈ പൂവുകൾ കൂടി എടുത്തിട്ട് അലങ്കരിക്കണം എന്നാണ് നമ്മുടെ ചന്ദ്രമതി പറയുന്നത്. അപ്പോൾ നമ്മുടെ രേവതി പറയണ, അത് പറ്റില്ല അമ്മേ. എന്താ പറ്റാത്തത്? അത് മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥിരം മാല കൊടുക്കുന്ന കസ്റ്റമർ കാത്തിരിക്കും. അപ്പോൾ അവർക്ക് മാല കൊടുക്കാതിരുന്നാൽ ശരിയാവില്ലമ്മേ. അത് പിന്നീട് അവർ ഓർഡർ മറ്റു പലർക്കും കൊടുക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ കച്ചവടത്തെ ബാധിക്കും. പിന്നെ ഭയങ്കര കച്ചവടമല്ലേ, കോടികളുടെ കച്ചവടം അല്ലേടി നിനക്ക് ഒരേ ദിവസം നടക്കുന്നത്. എന്നാലേ നിൻ്റെ പൂവൊന്നും എനിക്ക് ഓശാരത്തിന് വേണ്ട. എല്ലാവരും തരുന്നതിനേക്കാളും 10 20 രൂപ ഞാൻ കൂടുതൽ തന്നേക്കാം, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. ഈ പൂവുകൾ എന്തായാലും എൻ്റെ സുധിക്ക് വേണ്ടിയിട്ട് മുറി അലങ്കരിച്ചിരിക്കണം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. ആകെപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ രേവതി. ഒപ്പം ശ്രുതിയും ഉണ്ട്. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ അച്ചമ്മ ഇറങ്ങി വരികയാണ്. അച്ചമ്മ ചോദിക്കണം, ചന്ദ്രേ എന്താ ഇവിടെ ഒരു സംസാരം? അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണം, അമ്മേ, ഞാൻ വേറൊന്നും അല്ല പറഞ്ഞത്. ഈ പൂക്കൾ എടുത്ത് സുധീരെ മുറി അലങ്കരിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവക്കത് പിടിക്കുന്നില്ല, അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറയണ. അപ്പോൾ അച്ചമ്മ പറയണ, മോളെ രേവതി, ഈ പൂവ് കൊണ്ടുപോയി നീ സുധിയുടെ മുറി മാത്രം അലങ്കരിച്ചാൽ പോരാ കേട്ടോ, നിങ്ങളുടെ ബെഡ്റൂമും കൂടി ഇന്ന് അലങ്കരിച്ചിടണം. അപ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. അപ്പോൾ അച്ചമ്മ പറയണ, അതേ മോളെ, ഇന്ന് സുധിയുടെ മാത്രമല്ല നിൻ്റെയും സച്ചിയുടെയും കൂടി ശാന്തി മുഹൂർത്തമാണ്, അതുകൊണ്ട് നിങ്ങളുടെ മുറിയും നന്നായിട്ട് അലങ്കരിച്ചിടണം എന്നിങ്ങനെ അച്ചമ്മ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഹാലിളവാണ്. ചന്ദ്രമതി പറയണ, അങ്ങനെ ഇപ്പം വേണ്ടമ്മേ, ഇന്ന് വിവാഹിതരായത് സുധിയും ശ്രുതിയല്ലേ, ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തം നടക്കട്ടെ, ഇവരുടേത് പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം നടത്താം. അപ്പോൾ നമ്മുടെ കലാവതി അമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. കലാവതി അമ്മ പറയണ, ചന്ദ്രേ നിർത്ത്, ഇങ്ങനെയാണോ നീ പറയാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്? സച്ചിയും നിന്റെ മകൻ തന്നെയല്ലേ? അല്ലെങ്കിൽ തന്നെ അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു, എന്നിട്ട് ഇതുവരെയും അവരുടെ ജീവിതത്തിൽ മാത്രം നടക്കേണ്ടതൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇനി ഇതിങ്ങനെ വിടാൻ പറ്റില്ല. പിന്നെ ഞാനിവിടെ താമസത്തിന് വന്നതേ നിൻ്റെ മകൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തം നടത്താൻ കൂടി വേണ്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ടേ ആ ഒരു കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ചയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് നല്ല വിഷമം തോന്നുകയാണ്. അപ്പോൾ അച്ചമ്മ പറയണേ, ഇനി നീ ഈ കാര്യത്തിൽ ഇനി ഒരു സംസാരം വേണ്ട. അപ്പോൾ ഉടനെ ചന്ദ്രമതി വിടാൻ ഭാവമല്ല. ചന്ദ്രമതി പറയണേ, പറ്റില്ല അമ്മേ, പറ്റില്ല, ഇന്ന് ഇവരുടേത് നടക്കണം. എന്തിനാ ചന്ദ്ര നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിനക്ക് എന്താ അതുകൊണ്ട് നീ എന്താ നേടുന്നത്? ഉടനെ ചന്ദ്രമതി പറയണ, അമ്മ കേട്ടിട്ടില്ലേ, മുതിർന്നവർ പറയുന്നത് അമ്മ കേട്ടിട്ടില്ലേ, ഒരേ സമയത്ത് ഒരു വീട്ടിൽ 2 പേരുടെ ശാന്തി മുഹൂർത്തം നടക്കുകയാണെങ്കിൽ അത് ഒരാളുടെ ജീവിതം മാത്രമേ നന്നായിട്ട് പോകത്തുള്ളൂ, മറ്റേ ആളിൻ്റെ ജീവിതം പരാജയമാണെന്ന് അമ്മ കേട്ടിട്ടില്ലേ?
ഓ പിന്നെ മുതിർന്നവരുടെ വാക്കുകളൊക്കെ അനുസരിക്കുന്ന ഒരു സാധനം. എടി നീ ആരുടെയെങ്കിലും വാക്കുകൾ അനുസരിക്കാറുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് ഞാൻ തീരുമാനിച്ചത് മാത്രമേ നടക്കൂ. ഇന്ന് സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തം നടന്നിരിക്കും. അപ്പോൾ ഉടനെ എന്നെ ചന്ദ്രമതി പറയണ, അമ്മ എന്തിനാ ഇതിനിങ്ങനെ കിടന്ന് വാശി പിടിക്കുന്നത്? സച്ചിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവൻ ഈ വീട് വിട്ട് ഓടിപ്പോവും. അപ്പോൾ ചന്ദ്രമതിയോട് അപ്പം നമ്മുടെ അച്ഛമ്മ പറയണ, നീ അതേക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അവൻ ഓടത്തുമില്ല, എങ്ങും പോവില്ല, അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ അവനോട് പറഞ്ഞോളാം കാര്യങ്ങൾ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി ഒരു രക്ഷയില്ല. അപ്പോൾ ഉടനെ അച്ഛമ്മ പറയണേ, ചന്ദ്ര ഇനി ഒരക്ഷരം മിണ്ടിപ്പോവരുത്. ഇനി നീ ഒരക്ഷരം മിണ്ടിയാലുണ്ടല്ലോ നീ എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേട്ട് രേവതി വരികയാണ്. രേവതി പറയണ, അച്ഛമ്മേ എന്തിനാ അച്ഛമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് വേണ്ടിയിട്ട് അച്ഛമ്മ സംസാരിക്കേണ്ട. എനിക്കും അദ്ദേഹത്തിനും ഇതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ ശാന്തി മുഹൂർത്തം നടന്നില്ലെന്നും പറഞ്ഞ് എനിക്ക് അദ്ദേഹത്തിനോടുള്ള സ്നേഹമൊന്നും ഇല്ലാതാവത്തൊന്നുമില്ല. എൻ്റെ ഈ ഒരു ജന്മം മുഴുവനും ഇങ്ങനെ തന്നെ കഴിയേണ്ടി വന്നാലും എനിക്ക് അദ്ദേഹത്തോട് ഒരു സ്നേഹക്കുറവും തോന്നില്ല. അദ്ദേഹത്തിനോടുള്ള സ്നേഹം എന്നും എൻ്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവും. അദ്ദേഹം എൻ്റെ എല്ലാമാണ്, എൻ്റെ എല്ലാമാണ് അദ്ദേഹം എന്നിങ്ങനെ രേവതി പറയുകയാണ്. അതിനുശേഷം രേവതി പറയാണ്, അല്ലെങ്കിൽ തന്നെ എന്തിനാ അച്ഛമ്മേ ഇങ്ങനെ ഒരു പ്രഹസനം? എത്രയോ തവണ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ അണിഞ്ഞൊരുങ്ങി ബൊമ്മയെ പോലെ നിന്നിട്ടുണ്ട്. എന്നിട്ട് വല്ലതും നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇനി ഇതിനു വേണ്ടിയിട്ടൊരു ഇത് വേണ്ട. അത് എന്തെങ്കിലും ഒരിക്കൽ നടക്കാനൊരു വിധിയുണ്ടെങ്കിൽ ആ സമയത്ത് നടക്കും എന്നിങ്ങനെ രേവതി പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കലാവതിയമ്മ പറയണേ, ഇപ്പം നിനക്ക് സമാധാനം ആയില്ലേടി? സമാധാനം ആയില്ലേ? ദേ ഇവള് പറഞ്ഞു കേട്ടോ, ഇതാണ് ഇവളുടെ മനസ്സ്. ഇവള് നിന്റെ മകനെ നിനക്ക് സ്നേഹമില്ലെങ്കിലും ഇവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കിപ്പോൾ മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കലാവതിയമ്മ പറയാണ്, ചന്ദ്രമതി നിന്റെ ഈ അഹങ്കാരത്തിനുണ്ടല്ലോ ഞാൻ തരുന്നുണ്ട് നിനക്ക് പണി എന്നിങ്ങനെ പറയുകയാണ്. രേവതി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അതേസമയം നമ്മുടെ ചന്ദ്രമതി അമ്മ അവിടെ നിന്നിട്ട് ചന്ദ്രമതി അമ്മയല്ല, കലാവതി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, അല്ല ആൻറ്റി, ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ, എന്നിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇതൊന്നും നടന്നിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി പറയാണ്, അതേ മോളെ, ഇവർക്ക് 2 പേർക്കും, അവനും അതെ ഇവക്കും അതെ, രണ്ടിനും പഠിത്തവും ഇല്ല, വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. ഇവർക്കൊന്നും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. അമ്മയ്ക്ക് വെറുതെ ആവശ്യമില്ലാത്ത വാശിയും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ ശ്രുതി പറയണേ, വേണ്ട അമ്മേ, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങളായില്ലേ. അപ്പോൾ പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് നടക്കേണ്ടത് അവരുടേതല്ലേ, അവരുടേത് നടക്കട്ടെ അമ്മേ, എൻ്റെതും ശ്രുതിയുടേതും പിന്നീട് ഒരിക്കൽ ആവട്ടെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അങ്ങോട്ട് ശ്രുതി വരികയാണ്. ശ്രുതി വന്നിട്ട് ചോദിക്കണേ, എന്താ അമ്മേ, എന്താ ഇവിടെ ഒരു സംസാരം? അപ്പോൾ ഉടനെ ശ്രുതി പറയാണ്, അല്ല ഇവിടെ രേവതിയുടെയും സച്ചിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായല്ലോ. അവരുടെ ശാന്തി മുഹൂർത്തം എന്നല്ല ശ്രുതി പറയുന്നത് അവരുടെ ഫസ്റ്റ് നൈറ്റ് എന്നാണ്. അവരുടെ ഫസ്റ്റ് നൈറ്റൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് അവരുടേത് കഴിയട്ടെ, നമുക്ക് പിന്നീടാവാമല്ലോ എന്നിങ്ങനെ പറയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറയാണ്, അതൊന്നും പറ്റില്ല, ഇന്നാണ് നമ്മുടെ വിവാഹം കഴിഞ്ഞത്, ഇന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കണം. ചന്ദ്രമതി തൊട്ടടുത്തുണ്ട് കേട്ടോ. ശ്രുതി പറയുക. എന്നിട്ട് നമ്മുടെ ശ്രുതി പറയുകയാണ്, ഇന്ന് തന്നെ നമ്മുടെ ഇത് നടക്കണം, നീ വാ നമുക്ക് മുറിയിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതിയുടെ കൈ കയറി പിടിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണേ, എടാ ഒന്ന് വെറുതെ ഇരിക്കടാ, വിടടാ നീ അവളെ. അതേ അങ്ങനെ അങ്ങ് ഇപ്പം തന്നെ വരാൻ പറ്റില്ല, ഇവിടെ വേറെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ വരും, നീ പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അതേസമയം ഉണ്ടല്ലോ നമ്മുടെ ശ്രുതി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതിയെ വിളിക്കുകയാണ്, നമ്മുടെ ചന്ദ്രമതി വിളിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞത്, മോളെ എന്നൊന്നും അല്ല, രേവതിയല്ലേ വിളിക്കുന്നത്. എടി രേവതി. അപ്പോൾ പറയണേ, ദാ വരുന്നു അമ്മേ, ദേ ശ്രുതിക്ക് കുടിക്കാനുള്ള മുറി കൊണ്ടുപോകാനുള്ള പാലും കൊണ്ട് ഇങ്ങോട്ട് പോരെ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ രേവതി പാലും കൊണ്ടുവരികയാണ്. അങ്ങനെ പാല് കൊണ്ടുവന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണേ, വേണ്ട, നീ അവളുടെ കയ്യിൽ കൊടുക്കണ്ട, ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി പാൽ ഗ്ലാസ് മേടിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി പറയണം, മോളെ നീ ഇന്ന് ഒരുങ്ങിയപ്പോഴുണ്ടല്ലോ
ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ തങ്കക്കുടത്തിനെ നേരത്തെ അമ്മ കണ്ടില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്നുമോള് ഈ പാൽ ഗ്ലാസ് കൊണ്ടുപോകും, ഇത് അകത്ത് ചെന്നിട്ട് അവന് പകുതി കൊടുത്തിട്ട് ബാക്കി പകുതി മോള് കുടിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ശ്രുതി അത് വാങ്ങിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചന്ദ്രമതിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ്. ചന്ദ്രമതി അങ്ങ് അലിഞ്ഞു പോയി. അപ്പോൾ എന്നിട്ട് ശ്രുതി പറയുകയാണ്, അമ്മ എന്നെ ആശീർവദിക്കണം, അമ്മയെന്നല്ല ആൻറ്റി എന്നാണ് വിളിക്കുന്നത്, ആൻറ്റി എന്നെ ആശീർവദിക്കണം എന്ന് പറയുകയാണ്. ആൻറ്റിയുടെ ആശീർവാദം എപ്പോഴും മോൾക്കൊപ്പം ഉണ്ടല്ലോ മോളെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ചന്ദ്രമതി പറയണം, മോളെ ഈ പാല് കൊണ്ടുപോകും, മോള് ആൻറ്റിയോട് കാണിക്കേണ്ട സ്നേഹം എങ്ങനെയാണെന്ന് അറിയാമോ? അടുത്ത വർഷം ഇതേ സമയത്ത് എന്നെ അച്ചമ്മേന്ന് വിളിക്കാനായിട്ട് ഒരു കുഞ്ഞു വാവയെ തരണം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ആ അച്ചമ്മേന്നുള്ള വിളി കേൾക്കാനുണ്ടല്ലോ എനിക്ക് നല്ല കൊതിയുണ്ട് എന്നിങ്ങനെ പറയണം. ഇത് രേവതി മാറി നിന്ന് കേൾക്കുകയാണ്, കാണുകയാണ്. ഇത് കാണുമ്പോൾ രേവതിക്ക് വല്ലാത്ത വിഷമം വരികയാണ്. പക്ഷേ രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിന്ന് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി പാൽ ഗ്ലാസും കൊണ്ട് നേരെ മുറിയിലേക്ക് പോവുകയാണ്. നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ശ്രുതിയാണെങ്കിൽ അക്ഷമനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ശ്രുതിയെയും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ശ്രുതി. ഇങ്ങനെ പൂക്കളൊക്കെ വാരി ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ എടുത്ത് ഇങ്ങനെ മണപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോഴാണ് നമ്മുടെ ശ്രുതി വാതിൽ തുറന്ന് പാൽ ഗ്ലാസ്സുമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ ശ്രുതി കാണുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുകയാണ്, ശ്രുതിയെ നോക്കുകയാണ്. അങ്ങനെ ശ്രുതി പാലും കൊണ്ട് അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, ആഹാ നീ എന്നത്തേക്കാളും സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ മുഖം കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയണം, ആഹാ നീ മലേഷ്യയിലൊക്കെ ജനിച്ച് വളർന്നതാണല്ലോ, എന്നിട്ടും നിനക്കെന്താ ഇത്ര നാണം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണ, അതെന്താ പുറത്തു പോയി ജനിച്ച് വളർത്തുന്നവർക്കൊന്നും നാണം പാടില്ല എന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണ, ഇതിനു മുമ്പ് നിന്നെ ഞാൻ ഇങ്ങനെ നാണത്തോടു കൂടി കണ്ടിട്ടേ ഇല്ലല്ലോ എന്നിങ്ങനെ പറയണ. അപ്പോൾ ശ്രുതി പറയണ, ഇതിനു മുമ്പ് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ എന്നിട്ട് പാല് വെച്ച് നീട്ടുമ്പോൾ ശ്രുതി പറയണ, പാലോ ഇതോ എനിക്കിപ്പോൾ പാലൊന്നും വേണ്ട. അയ്യോ അങ്ങനെ പറയരുത്, ഇത് അമ്മ തന്നയച്ചതാണ്, ഇത് പകുതി ശ്രുതി കുടിച്ചിട്ട് ബാക്കി പകുതി എനിക്ക് തന്നേരെ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടാണ്, ഇതിനോടൊന്നും എനിക്ക് യാതൊരു താല്പര്യവുമില്ല, താൻ ആ പാലൊക്കെ അവിടെ വെച്ച് എന്ന് പറഞ്ഞിട്ട് ശ്രുതി വാങ്ങിച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയെ പിടിച്ച് അടുത്തിരുത്തുകയാണ്. എന്നിട്ട് പറയണേ, താൻ ഇവിടെ ഇരിക്കുക, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് അടുത്ത് പിടിച്ചിരുത്തുകയാണ്. എന്നിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ ശ്രുതിയുടെ ദേഹത്തൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുകയാണ്. പിന്നെ അതേ സമയത്ത് നമ്മുടെ സച്ചി താഴെ വരികയാണ്, കാറ് കൊണ്ടിടുന്നു, പുള്ളിക്കാരനകത്തേക്ക് വരികയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കുകയാണ്, ചുറ്റും നോക്കിയിട്ട് എന്താ ഇവിടെയൊന്നും ആരും ഇല്ലേ, ഒച്ചയനക്കൊന്നും ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് അങ്ങോട്ട് രേവതി വരികയാണ്. രേവതി അങ്ങോട്ട് ചെല്ലുമ്പോൾ സച്ചി വയ്ക്കണം, എന്താ രേവതി ഇവിടെ ഒന്നും ആരും ഇല്ലേ, ഇവിടെ നിന്നൊക്കെ എല്ലാവരും പുറപ്പെട്ട് പോയോ, ഇവിടെ ആരുടെ ഒച്ചയനക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ രേവതി പറയണം, അത് ഇന്നത്തെ മേലത്തെ അവരുടെ ശാന്തി മുഹൂർത്തമല്ലേ ഇന്ന് നിങ്ങളുടെ ചേട്ടൻ്റെ, അപ്പോൾ അതുകൊണ്ടാണ് ഒച്ചയനക്കൊന്നും ഇല്ലാത്തത് എന്ന് പറയാണ്. അപ്പോൾ സച്ചി അവിടെ അങ്ങ് ഇരിക്കുകയാണ്. ഇരുന്നിട്ടാണ്, ശാന്തി മുഹൂർത്തോ ഇന്ന് അവൻ്റെത് നടന്നത് തന്നെ, അതെ ഇന്ന് ഒരു കുന്തവും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ രേവതി പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഇല്ല രേവതി, അവൻ്റെ സ്വഭാവമേ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവൻ ഇന്ന് വാ തുറന്നാലുണ്ടല്ലോ നേരം വെളുക്കുന്നത് വരെ അവൻ്റെ സാഹസ കഥകൾ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒടുവിലുണ്ടല്ലോ ആ പെങ്കൊച്ച് ബോറടിച്ചിട്ട് അവസാനം അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടും. അതാ നടക്കാൻ പോകുന്നത്. അവൻ്റെ പൊങ്ങലടി ഉണ്ടല്ലോ, അവൻ്റെ വിചാരം ഉണ്ടല്ലോ, അവൻ എന്തോ സംഭവമാണെന്നാണ് അവൻ്റെ വിചാരം. അവൻ വാ അടയ്ക്കാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒടുവിൽ അവൾ മടുത്തിറങ്ങി ഓടും എന്നിങ്ങനെ സച്ചി പറയുകയാണ്. ഒന്നും നടക്കാൻ പോണില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ രേവതി ഉണ്ട്, മിണ്ടാതിരിക്കുക, ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ, എന്താ ഇത് എന്നിങ്ങനെ പറയണേ രേവതി. അപ്പോൾ സച്ചി വയ്ക്കാണ്, അല്ല അച്ഛമ്മയും അച്ഛനും ഒക്കെ എന്തേ? അവരെ ആഹാരമൊക്കെ കഴിച്ച് കിടന്നു. നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ, നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ ഞാൻ എടുത്തു തരാം എന്നിങ്ങനെ രേവതി പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് നടക്കാനായിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് അച്ഛമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണം, ആഹാ സച്ചി നീ അവിടെ നിൽക്ക്, നീ ഇപ്പോൾ എവിടെ പോകാൻ പോകണോ, നീ കുളിക്കാൻ പോവാണോ? അതെ അച്ഛമ്മേ. എന്നാലേ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ, അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛമ്മേ? ഇന്ന് പകൽ ഇവിടെ നടന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നീ കണ്ടതല്ലേ?
അതെ, അതിനെന്താ? അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് മാസങ്ങളായി, ഇതുവരെ നിങ്ങൾക്ക് നടത്തേണ്ട അതുപോലുള്ള ഒരു ചടങ്ങുകളും നടന്നിട്ടില്ല. അപ്പോൾ സച്ചി ചോദിക്കണ്ടേ, എന്ത് ചടങ്ങിൻ്റെ കാര്യം അച്ഛമ്മ ഈ പറയുന്നത്? 2 തവണ ഞാൻ ഇവളെ കല്യാണം കഴിച്ചില്ലേ? എടാ മണ്ട, അതല്ല, കൂടത്തിൽ നിന്ന് മോതിരം എടുത്ത ആ ഒരു ചടങ്ങ് നീ കണ്ടില്ലേ? അത് നിൻ്റെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്നില്ലല്ലോ. അതൊക്കെ പിള്ളേര് കളി. എന്താ അച്ഛമ്മ ഈ പറയുന്നത്? അതൊക്കെ പിള്ളേര് കളി, അതൊന്നും വേണ്ട. അയ്യേ, അങ്ങനെയല്ല സച്ചി, അച്ഛമ്മയ്ക്കൊരാഗ്രഹം, മോനും അങ്ങനെ ഒരു ചടങ്ങ് നടക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം. ദേ ഇവക്കും അത് ആഗ്രഹം ഉണ്ടാവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണേ, ഏയ് അങ്ങനെയൊന്നുമില്ല, അതൊന്നും വേണ്ട, പോച്ചമ്മേ. അപ്പോൾ ഉടനെ രേവതി പറയണം, നിങ്ങൾ എന്തിനാ എതിർത്ത് നിൽക്കുന്നത്? അച്ഛമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, അത് നടന്നോട്ടെ എന്നിങ്ങനെ രേവതി പറയണം. അപ്പോൾ ഉടനെ സച്ചി നോക്കിയിട്ട്, അല്ലേ, അപ്പം നിനക്കും അത് നടക്കണമെന്ന് ഇഷ്ടമാണെന്നുള്ള, ഇത് നടക്കണമെന്ന് നിനക്കും ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ രേവതി ഇങ്ങനെ ചിരിച്ചിട്ട് രേവതി പറയണ, അതെ, അതിന്ന് പകല് അവർ അങ്ങനെ നടത്തിയത് കണ്ടപ്പോഴുണ്ടല്ലോ, എനിക്കപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു എന്നിങ്ങനെ രേവതി പറയണം. അപ്പോൾ സച്ചി പറയണ, നിനക്കിഷ്ടമാണോ? ആ, എങ്കിൽ കുഴപ്പമില്ല, ഇവക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിലേ ആയിക്കോട്ടെ അച്ഛമ്മേ എന്നിങ്ങനെ പറയണ. അപ്പോൾ അച്ഛമ്മ പറയണേ, എന്നാലേ നീ പോയി കുളിച്ചിട്ട് വാ, അപ്പോഴത്തേക്ക് ഞാനൊരു കുടത്തിൽ കുറച്ച് മഞ്ഞൾ പൊടി കലക്കി വെള്ളം എടുത്തുകൊണ്ട് വരാം എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണേ, അച്ഛമ്മ പോണ്ട, അച്ഛമ്മ ഈ വയസ്സാം കാലത്ത് ഈ ഇടുപ്പത്ത് വെള്ളവും കുടവും കൊണ്ടുവരാമെന്നോ? അതൊന്നും വേണ്ട. അപ്പോൾ ഉടനെ രേവതി പറയണം, അത് തന്നെ, ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്, ഞാൻ പോയി കൊണ്ടുവരാം, അച്ഛമ്മ ഇവിടെ നിൽക്കുക എന്നിങ്ങനെ പറയണം. അപ്പോൾ അച്ഛമ്മ പറയുകയാണ്, വേണ്ട, ഞാൻ കൊണ്ടുവന്നോളാം, മോള് പോണ്ട. അപ്പോൾ സച്ചി പറയണം, വേണ്ട, രേവതിയും പോണ്ട, അച്ഛമ്മയും പോണ്ട, ഞാൻ പോയി വെള്ളം കൊണ്ടുവരാൻ കുടത്തിൽ. അപ്പോൾ ഉടനെ അച്ഛമ്മ പറയണേ, എടാ സച്ചി, വെള്ളം കൊണ്ടുവരുമ്പോഴേ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കാൻ മറക്കരുത് കേട്ടോ. ഇല്ല അച്ഛമ്മേ, ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ രേവതിയോട് നമ്മുടെ അച്ഛമ്മ പറയുകയാണ്, ആ മോളെ രേവതി, കുറച്ച് പർപ്പടകം വറുത്ത് കോരണം. ആ, ഞാൻ ഇപ്പോൾ പോയി കോരിക്കൊണ്ട് വരാം അച്ഛമ്മേ, ഞാൻ വറുത്തെടുത്തോണ്ട് വരാം അച്ഛമ്മേ എന്നിങ്ങനെ രേവതി പറയണം. അപ്പോൾ അച്ഛമ്മ പറയണം, വേണ്ട, ഇതേ നിങ്ങളുടെ രണ്ടുപേരുടെയും ചടങ്ങാണ്, ഇന്ന് നീ പർപ്പടകം വറുക്കണ്ട, ഞാൻ തന്നെ വറുത്തോണ്ട് വരാം. വേണ്ട അച്ഛമ്മേ, അച്ഛമ്മ കഷ്ടപ്പെടണ്ട, ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല മോളെ, ഇതൊക്കെ കാണാനുണ്ടല്ലോ അച്ഛമ്മയ്ക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടെന്നറിയാമോ? അന്ന് നിങ്ങളുടെ കല്യാണം നടക്കേണ്ട രീതിയിലല്ല നടന്നത്, അതുകൊണ്ട് ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും നടത്താനും പറ്റിയില്ല. പക്ഷേ ആ വാട്ടം ഇപ്പോൾ തീർത്തേ പറ്റൂ, അച്ചമ്മ തന്നെ പർപ്പടകം വറുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ചമ്മ അടുക്കളയിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ശ്രുതിയെയും കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ശ്രുതി പറയുകയാണ്, പാലെടുത്ത് തരാം. അപ്പോൾ ശ്രുതി പറയാണ്, പാലൊന്നും ഇപ്പോൾ എടുക്കണ്ട, എനിക്കിപ്പോൾ പാലൊന്നും വേണ്ട. അതെ, അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടാണെന്നേ. ഞാനാണെങ്കിലുണ്ടല്ലോ കുറച്ച് വെസ്റ്റേൺ രീതിയിൽ കുറച്ച് മോഡലായിട്ട് ചിന്തിക്കുന്ന ആളാണ്, അതുകൊണ്ടേ ഞാൻ വേറെ കൂട്ടം കരുതിയിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ശ്രുതി ഒരു ബൗളിൽ ഐസ്ക്രീം എടുത്തുകൊണ്ട് വരികയാണ്, അതിലൊരു സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ ഇങ്ങനെ മുട്ട് തറയിൽ കുത്തിയിട്ട് ഇങ്ങനെ ആ ഒരു രീതി ഉണ്ടല്ലോ, തറയിൽ മുട്ട് കുത്തിയിട്ട് ഇംഗ്ലീഷുകാർ പൂവ് കൊടുക്കുമല്ലേ, ആ ഒരു രീതിയിൽ ഐസ്ക്രീം ബോൾ കൊടുക്കുകയാണ് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ശ്രുതിയോട് പറയണം, ഇതാ ഡാർലിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി വാങ്ങിക്കുകയാണ്. താൻ എത്തിന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതി അതിൽ നിന്ന് കോരിയിട്ട് ശ്രുതിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ ശ്രുതി സ്പൂണിൽ നിന്ന് കോരി നമ്മുടെ ശ്രുതിയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അവർ ഐസ്ക്രീം കഴിക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ്, ഇതിപ്പോൾ ഐസ്ക്രീം അല്ലല്ലോ, ഇത് പാലും വെള്ളം ആയില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയണ, പിന്നില്ലാതെ, ഈ പാലും വെള്ളമെന്ന് നീ പറഞ്ഞ് കളിയാക്കണ്ട, ഈ ഐസ്ക്രീമും ഞാനും കൂടി നിന്നെ പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ടേ മണിക്കൂറുകളായി. അത് ഞാനും ആൻറ്റിയും കൂടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് സമയം പോയതറിഞ്ഞില്ല. പിന്നെ നിനക്കും അമ്മയ്ക്കും കാര്യം പറയാൻ കണ്ട സമയം ഇന്നത്തെ ദിവസം തന്നെ വേണമായിരുന്നോ? അമ്മയോടെയുള്ള കത്തിയടി അതൊക്കെ പിന്നീട് പോരായിരുന്നോ? നിനക്കറിയില്ലേ ഇന്നത്തെ പ്രത്യേകത എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയണ, ലൈറ്റ് അണയ്ക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണ, വേണ്ട, പിന്നെ ലൈറ്റ് അണയ്ക്കാതെ? അത് എനിക്ക് ലൈറ്റ് അണയ്ക്കുന്ന ഇഷ്ടമല്ല ശ്രുതി, എനിക്ക് മുറിയിലൊരു നേരിയ വെളിച്ചമെങ്കിലും വേണം, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല, എനിക്കത് പണ്ട് മുതലേ ഉള്ള ശീലമാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി പറയണ, അങ്ങനെയുണ്ടല്ലേ, എനിക്കറിയാം, നിനക്ക് അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ റൂമിൽ വെളിച്ചമെന്ന് പറഞ്ഞാൽ ലൈറ്റൊന്നും ഇടണ്ട,
ഞാനൊരു മൂൺ ലൈറ്റ് അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നത്. മൂൺ ലൈറ്റോ എന്നിങ്ങനെ ശ്രുതി ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, അതെ നീ കണ്ടോ, നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രുതി. എന്നിട്ട് നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ ഹഗ് ചെയ്യുകയാണ്. അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിച്ചത്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സച്ചിയുടെയും രേവതിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി മാസങ്ങളായല്ലോ, എന്നിട്ട് അവരുടെ ഫസ്റ്റ് നൈറ്റ് ഇതുവരെ നടക്കാഞ്ഞത് എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറയണം, ഓഹ് ഈ സമയമില്ലാത്ത സമയത്ത് നീ എന്തിനാ ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, അതൊക്കെ അവരുടെ കാര്യമല്ലേ, അതേക്കുറിച്ചൊക്കെ എന്തിനാ പറയുന്നത്, അതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം, നീ ഒന്ന് വെറുതെ ഇരിക്കും ശ്രുതി, വെറുതെ സമയം വേസ്റ്റ് ആക്കാതെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രുതി. അതിനുശേഷം പുള്ളിക്കാരനാകെ ടെൻഷനിലാണ്, പുള്ളിക്കാരനാകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡിലാണ് ഇരിക്കുന്നത് പപ്പടം കാച്ചലും ശ്രുതിയല്ല നമ്മുടെ രേവതിയും സച്ചിയും കൂടെ മോതിരം എടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ നാളെയാണ് ഇരിക്കുന്നത്. അതിന് ചന്ദ്രമതി ഇനി അവരുടെ ശാന്തി മുഹൂർത്തം തടഞ്ഞതുപോലെ തന്നെ ഈ ചടങ്ങുകളും തടഞ്ഞു വെക്കുമോ, ഇനി കാലാവധി അറ്റ കൈ പ്രയോഗം നടത്തി ഇനി ചന്ദ്രമതിയെ വലിച്ച് കീറി ഒടിച്ച് മടക്കി ചുരുട്ടി കൂട്ടുമോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കണം. എപ്പിസോഡിൻ്റെ റിവ്യൂ വരെ കാത്തിരിക്കേണ്ടി വരും. എപ്പിസോഡിൻ്റെ റിവ്യൂ വരാൻ ചിലപ്പോൾ താമസിക്കും എന്ന് കരുതിയിട്ട് ആരും മറന്നു കളയരുത് എന്നെ. എല്ലാവരും എൻ്റെ റിവ്യൂ കാണണം. എന്ന് വെച്ചാൽ എപ്പിസോഡിൻ്റെ റിവ്യൂ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം മഴയാണല്ലോ. ഇപ്പോൾ മഴയാകുമ്പോഴത്തേക്ക് കറണ്ടൊന്നും കാണില്ല, അപ്പോൾ റിവ്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ വീടിന് പുറത്ത് നിന്ന് റിവ്യൂ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമൊന്നും അല്ല. ബാറ്ററി ചാർജ് കുത്താനും പറ്റില്ല മൊബൈൽ. പിന്നെ വീടിന് പുറത്ത് നിന്ന് ചെയ്യാനും പറ്റില്ല, കാരണം റോഡ് സൈഡിലാണ് നമ്മുടെ വീട്. അപ്പോൾ എനിക്ക് പുറത്തൊക്കെ ഇറങ്ങി നിന്ന് ചെയ്യാനൊന്നും അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീട്ടിനകത്ത് ഈ കൂതറ സെറ്റപ്പ് ആണെങ്കിലും ഇതിനുള്ളിൽ വെച്ച് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ്, എൻ്റെ വീഡിയോ ഇഷ്ടമുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യുന്ന ചേച്ചിമാരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചിമാരെ അറിയാം, കുഞ്ഞു കുട്ടികളെ അറിയാം, എല്ലാവരെയും അറിയാം. അവരോടൊക്കെ എന്താ പറയുന്നത്, ഒരുപാട് താങ്ക്സ് എത്ര പറഞ്ഞാലും തീരില്ല. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നിങ്ങളോടൊക്കെ. നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. തെറ്റുകളൊക്കെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തിരുത്തി തരുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ, ബെല്ലൈക്കൻ കൂടി അമർത്തിയേക്കൂ. ഇനി നാളെ മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.